നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കുളത്തൂപ്പുഴയിൽ തുടക്കമായി. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് തല പ്രവർത്തന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബീവി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സാബു അബ്രഹാം അധ്യക്ഷത വഹിക്കുകയും ടൗൺ വാർഡ് മെമ്പർ ഷബന അൻവർ സ്വാഗതം പറയുകയും ചെയ്തു. തുടർന്ന് തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന അംഗങ്ങൾ, ആശാ വർക്കർമാർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ കുളത്തൂപ്പുഴ ടൗണും പരിസരവും വൃത്തിയാക്കൽ നടന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ജനകീയ ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കുകയാണ്. കുളത്തൂപ്പുഴ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് പ്രവർത്തകർ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേനക്കാർ, അതുപോലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉദ്യോഗസ്ഥന്മാരടക്കം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ അടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളുടെ നേതൃത്വത്തിലാണ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇന്ന് ആരംഭിച്ച് മഴക്കാലം തുടങ്ങി മഴക്കാലത്തിന് ശേഷം വരെ ഈ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. ചപ്പ് ചവറുകൾ നീക്കം ചെയ്യുക, പൊതുസ്ഥലങ്ങളിലെ വീടും പരിസരവും ശുചീകരിക്കുക, വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക, വെള്ളം കെട്ടി നിൽക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. നമ്മുടെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിവിധ മേഖലകളിലുള്ള പൊതുപ്രവർത്തകർ, അംഗനവാടി വർക്കർമാർ, ആശാ വർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾ, പൊതുജനങ്ങൾ, വിവിധ സംഘടനകൾ മുഴുവൻ പേരും, ഉദ്യോഗസ്ഥർ, അനുദ്യോഗസ്ഥർ എല്ലാവരും ചേർന്നുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മളിത് തുടക്കം മാത്രമാണ്. മഴക്കാലം അവസാനിക്കുന്നത് വരെ നമ്മളിത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പ്രദേശത്ത് പകർച്ചവ്യാധികൾ, സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണിത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷവും നമ്മുടെ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ മഴയോടനുബന്ധിച്ച് കൊതുക് ശല്യം കാരണം പല രോഗങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു ആപത്ത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കുറേ കൂടെ നേരത്തെ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷെ മഴ അപ്രതീക്ഷിതമായി കടന്നു വന്നതുകൊണ്ടാണ് കുറച്ച് താമസിച്ചു പോയത്. എങ്കിലും പരമാവധി നമ്മുടെ പഞ്ചായത്തിൻ്റെ 21 വാർഡിലും വളരെ ഭംഗിയായിട്ട് നടത്തുന്നതിനുള്ള എല്ലാ പരിശ്രമങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് വളരെ ഭംഗിയായി നടത്താൻ ഇന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. വിവിധ വാർഡുകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുളത്തൂപ്പുഴ വാർഡിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ബീവി ഉദ്ഘാടനം നിർവഹിക്കുകയും വാർഡ് മെമ്പർ കെ അനിൽകുമാർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ഹരിതകർമ്മസേന, തൊഴിലുറപ്പ്, ആശാ വർക്കർമാർ എന്നീ മേഖലകളിൽ ഉൾപ്പെട്ട തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വാർഡിലെ വിവിധ ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഹരിതകർമ്മസേനാംഗങ്ങൾ, ആശാ വർക്കർമാർ, അങ്ങനെ എല്ലാ വിഭാഗം ആളുകളും ചേർന്നാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതൊരു നമ്മുടെയും കൂടെ ആവശ്യമാണ് എന്ന ധാരണയും, കാരണം കൊതുക് കടിച്ചാൽ പനി വരും എന്നതിനെ സംബന്ധിച്ച് യാതൊരു തർക്കവുമില്ല. പരമാവധി കൊതുകിൻ്റെ കടി കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ കൊതുകിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ പരിസരം ശുചിയായി സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രദേശങ്ങളും അങ്ങനെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമ്മുടെ വാർഡിൽ ഇന്നാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഹരിതകർമ്മസേനാംഗങ്ങളുണ്ട്, ആശാ വർക്കറുണ്ട്, തുടങ്ങി നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഉദ്ഘാടനം
ഇന്നലെ നമ്മൾ നടത്തി കഴിഞ്ഞു. എങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ വാർഡിലെ പല വാർഡുകളിലെയും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ 15-ാം വാർഡിലെ ഇന്നാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് മോഡലിലെ പോസ്റ്റിൻ്റെ അവിടെ വായിക്കില്ല. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.